കേരളത്തിലെ കോൺഗ്രസ് അതൊരു എന്താ പറയുക, ഒരു വിഭാഗം ഒരു ഒരു ക്രൈം സിൻഡിക്കേറ്റിൻ്റെ കയ്യിൽപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഒരു അഭിപ്രായം. അത് പലതരത്തിലുണ്ട്. ആ ക്രൈം സിൻഡിക്കേറ്റ് എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, പുതുതായിട്ട് വരുന്ന വാർത്തകളുണ്ട്, ഇതെല്ലാം അന്നത്ത് വിട്ടോളൂ. ആ ക്രൈം സിൻഡിക്കേറ്റിൻ്റെ ഒരു വിഭാഗം കേട്ടോ, ഞാൻ കോൺഗ്രസിനെ ആകെ അടച്ചപേക്ഷ പറയുന്നില്ല. വിവിധ തരത്തിലുള്ള മൊറാലിറ്റി, ധാർമ്മികത എന്നവിടെ ഇല്ല. ആ സ്കൂൾ ഓഫ് തോട്ട് വഹിക്കുന്ന കുറേ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗമുണ്ട്. ദൗർഭാഗ്യവശാൽ ആ ക്രൈം സിൻഡിക്കേറ്റ്, കോൺഗ്രസിലെ ഒരു വിഭാഗം വരുന്ന ആ ക്രൈം സിൻഡിക്കേറ്റിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് പ്രതിപക്ഷ നേതാവിന് പോലും വഴങ്ങി കൊടുക്കേണ്ടി വരുന്നു. കോൺഗ്രസിനാകെ വഴങ്ങി കൊടുക്കേണ്ടി വരുന്നു. ഇത് നിങ്ങൾ ആലോചിക്കണം, ഗൗരവമായി കേരളം ചർച്ച ചെയ്യേണ്ടതാണ്. അവിടെ മൊറാലിറ്റി ഇല്ല, ധാർമ്മികതയില്ല, ഒരു തരത്തിലുള്ള മറ്റു കാര്യങ്ങളുമില്ല. എന്തും ഏത് അളവ് വരെയും പോകാം. ഞാൻ മറ്റു വിശദാംശങ്ങളെ പോകുന്നില്ല. ആ ക്രൈം സിൻഡിക്കേറ്റിൻ്റെ കയ്യിൽപ്പെട്ടിരിക്കുന്നു. അവിടെ പ്രൊഡക്റ്റീവായ പൊളിറ്റിക്സ് ഇല്ല. അത് ഗുണമാണോ കേരളത്തിന് എന്നാണ് ആലോചിക്കേണ്ടത്. കേരളത്തിലെ കോൺഗ്രസ്സിലെ ഒരു വിഭാഗം ക്രൈം സിൻഡിക്കേറ്റാണ്. ആ ക്രൈം സിൻഡിക്കേറ്റിൻ്റെ കയ്യിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പതുക്കെ പോവാണ്. സണ്ണി ജോസഫിന് ആ ക്രൈം, ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ് എത്രയും മുതിർന്ന രാഷ്ട്രീയ നേതാവാണ്. ശ്രീ സണ്ണി ജോസഫ് ആ ക്രൈം സിൻഡിക്കേറ്റിന് മുമ്പിൽ ഭയപ്പെട്ടു പോവുകയാണ്. ചില ഘട്ടങ്ങളിൽ ശ്രീ വി ഡി സതീശൻ ഭയപ്പെട്ടു പോവുകയാണ് എന്നെനിക്ക് തോന്നുന്നു. പറയട്ടെ, കീഴടങ്ങേണ്ടി വരികയാണ്. നിയമസഭയുടെ ആദ്യത്തെ ദിവസം എല്ലാ മാധ്യമങ്ങളുടെയും തലക്കെട്ട് എന്താണ്? ശ്രീ വി ഡി സതീശൻ്റെ വാക്കിന് പുല്ലുവില എന്നാണ്. ക്രൈം സിൻഡിക്കേറ്റിൻ്റെ വാക്കിന് നല്ല വിലയും പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കിന് പുല്ലുവിലയും. കേരളത്തിലെ കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്ന എത്ര ആപൽക്കരമായ ഘട്ടമാണ്. ആ ക്രൈം സിൻഡിക്കേറ്റിൻ്റെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് നിലവിലത്തെ എറണാകുളത്ത് നിന്ന് വന്ന ഷൈൻ ടീച്ചറുടെ പ്രശ്നം. പറഞ്ഞല്ലോ, ആ ക്രൈം സിൻഡിക്കേറ്റിൽ ധാർമ്മികതയില്ല. ഞാൻ ആ ക്രൈം സിൻഡിക്കേറ്റ് എന്ന പദത്തിനകത്തല്ലാണ്ട് ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇത് കേരളത്തിൻ്റെ ഫ്യൂച്ചർ പൊളിറ്റിക്സിന് ഗുണകരമാണോ എന്നുള്ളത് ആത്മാർത്ഥമായി ജനങ്ങൾ വിലയിരുത്തട്ടെ. ജനം വിലയിരുത്തട്ടെ. ഈ ഒരു ക്രൈം സിൻഡിക്കേറ്റിൻ്റെ കൈകളിലേക്കാണോ ഭാവി കേരളത്തിൻ്റെ അധികാരത്തെ നമ്മൾ ഏൽപ്പിക്കേണ്ടത്? ആ ക്രൈം സിൻഡിക്കേറ്റിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ പോലും അടിമതരാണ്. എങ്ങനെയാണ്? ഭയപ്പെട്ടു പോയാണ്. ആരെയും ആക്രമിക്കും. എങ്ങനെ? സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരെയും ആക്രമിക്കും. ആരൊക്കെയായിരുന്നു ഇരകൾ? ആരൊക്കെയായിരുന്നു ഇവരുടെ അന്തരിച്ചുപോയ AKG മുതൽ ജീവിച്ചിരിക്കുന്ന കോൺഗ്രസിൻ്റെ നേതാക്കൾ വരെ? ഏറ്റവും ഒടുവിൽ ശ്രീ വി ഡി സതീശൻ. ഒരു മൊറാലിറ്റി ഇല്ല. സ്വന്തം നേതാവിനെ ആക്രമിക്കാൻ ഒരു മൊറാലിറ്റി ഇല്ല. മൊറാലിറ്റിയുടെ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ആലോചിച്ചാൽ മതി. അങ്ങനെ ഇത് ഒരു പ്രൊഡക്റ്റീവായ പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയത്തിന് ചേരുന്നതാണ്. നമ്മൾ കൂടുതൽ നവീകരിക്കപ്പെടല്ലേ ചെയ്യേണ്ടത്. എതിർ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളോട് പോലും പ്രൊഡക്റ്റീവായ സൗഹൃദങ്ങൾ വെച്ച് പുലർത്തല്ലേ വേണ്ടത്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ ഇല്ല, ക്രൈം സിൻഡിക്കേറ്റ് എന്ന് ഞാൻ പറഞ്ഞത് ധാർമ്മികത നഷ്ടപ്പെട്ടു പോയ ഒരു കൂട്ടം ആളുകളുടെ കയ്യിൽ കോൺഗ്രസ് അകപ്പെട്ടിരിക്കുന്നു. ആ ധാർമ്മികത എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഞാൻ പറയാം. ഇപ്പോൾ താങ്കൾ സൈബർ ആക്രമണത്തെ കുറിച്ച് പറഞ്ഞു. ഞാൻ സൈബർ ആക്രമണം അതിൻ്റെ ഒരു എലമെൻ്റ് മാത്രമാണ് കേട്ടോ. ഈ ക്രൈം സിൻഡിക്കേറ്റിൻ്റെ ഒരു ടൂള് മാത്രമാണ് സൈബർ ആക്രമണം. ഇനി സൈബർ ആക്രമണം നമ്മൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, പെട്ടെന്ന് വ്യത്യാസം മനസ്സിലാകും. കേരളത്തിൽ ഈ സൈബർ ആക്രമണത്തെ ഞങ്ങൾ എവിടെയെങ്കിലും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ? ഈ ലെഫ്റ്റ് ഫേസുള്ള ആളുകളിൽ നിന്ന് ഒരു സൈബർ ആക്രമണം ഉണ്ടാകുന്നു, സ്ത്രീവിരുദ്ധ പരാമർശം ഉണ്ടാകുന്നു, ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഞങ്ങളതിനെ തുറന്ന് നിർത്തിട്ടാണുള്ളത്. അതിനെ ഒറ്റപ്പെടുത്താണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ കോൺഗ്രസ്സിലോ തിരിച്ചു വരാം. ഇപ്പോൾ ശ്രീ VT ബൽറാം AKGക്കെതിരെ നടത്തിയ ആക്രമണം പോട്ടെ, മരിച്ചുപോയ AKG ആരെങ്കിലും കുറ്റം പറയോ? ഇത്ര ഹീനമായിരുന്നു. KR മീരയ്ക്കെതിരെ നടത്തിയ ആക്രമണം. ഇതാരാ നടത്തുന്നത്? മുഖമില്ലാത്ത ഒരാളാണോ? ഒരു MLA നടത്തുകയാണ് VT ബൽറാം. പച്ചത്തെറിയല്ലേ KR മീരയെ വിളിച്ച്? പച്ചത്തെറി. ധാർമ്മികതയ്ക്കൊരു പ്രസക്തിയില്ല. ഇപ്പോൾ ഇന്നലെ നടന്ന സംഭവം
അപ്പോൾ ഇന്നലെ ഷൈൻ ടീച്ചർക്കെതിരെ നമ്മുടെ കേരളത്തിലെ മുഴുവൻ ലെഗസി മീഡിയയും മാധ്യമങ്ങളും എല്ലാവരും ശക്തമായൊരു നിലപാടെടുത്ത്. താങ്കൾ 24 ആണ്, 24 ആകട്ടെ, മീഡിയനാകട്ടെ, എല്ലാവരും. ആർക്കും യോജിക്കാൻ പറ്റുന്നില്ല. കോൺഗ്രസിൻ്റെ പുതിയ ഒരു വക്താവ് ആയി ഇപ്പോൾ കുറേ കാലമായി വന്നുകൊണ്ടിരിക്കുന്ന ജിൻഡോ ജോൺ എന്ന് പറയുന്ന ഒരാൾ പരസ്യമായിട്ടില്ലേ നിലപാടെടുക്കുന്നത് അതിനനുകൂലമായി? ആ ആളെ എന്തെങ്കിലും പുറത്താക്കിയോ? അത് തെറ്റാണെന്ന് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരാൾ വിളിച്ചിട്ട് പറയാനുള്ള ധൈര്യമുണ്ടോ? ഇല്ല. അതാണ് ക്രൈം സിദ്ദിഖിൻ്റെ വഴങ്ങാണ്. നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, അത് പറയരുത്, അത് പിൻവലിക്കുക പോസ്റ്റ് എന്ന് പറയാൻ എന്തേ കോൺഗ്രസിലെ ഒരാൾക്ക് പറ്റുന്നില്ല? അപ്പോൾ ഇത് ഞങ്ങളുടെ ഇതാണ് പറയുന്നത് ലെഫ്റ്റ്. ഇതൊരു ലെഫ്റ്റ് എന്ന് പറയുന്ന സൈബർ ആൾക്കൂട്ടത്തിനിടയിൽ ഏതെങ്കിലും ഒരാൾ മുഖമുള്ളതോ മുഖമില്ലാത്തതോ ആൾ ഇതുപോലൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ അത് ആയിക്കോട്ടെ എന്ന് പറയുന്നൊരു സമീപനം ഞങ്ങൾക്കില്ല. ഞങ്ങളത് പിൻവലിക്കാറുണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരാണെങ്കിൽ. ഇല്ലെങ്കിലോ ഞങ്ങൾ അത്തരക്കാരെ തള്ളി പറയാറുണ്ട്. മറിച്ച് അതല്ല, അപ്പുറത്ത് ലീഡർഷിപ്പിന് ഇതെല്ലാം ചെയ്യാണ്. അപ്പോൾ അതുണ്ടാക്കുന്ന പ്രശ്നം എന്താണ് നിങ്ങളത് ആലോചിച്ച് നോക്കും. ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയുന്നില്ല. പിന്നെ ഈ ക്രൈം എന്ന് പറയുന്നത്, ക്രൈം സിദ്ദിഖിൻ്റെ അധാർമികമായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവസാനം ഉണ്ടായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ, ഞാനതിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ്. ഇതിനെല്ലാം ഒരു ന്യൂട്രലാണ്. അതിനെന്ത് കുഴപ്പം? ഈ ക്രൈം സിൻഡിക്കേറ്റിൻ്റെ മൊത്തത്തിലുള്ളൊരു ടാഗ് ലൈൻ ഹൂ കെയേഴ്സ് എന്നാണ്. സമൂഹത്തിന് എന്ത് തോന്നിയ ഞങ്ങൾക്കെന്ത്? അതിനകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത് ചെറിയ കാര്യമാണോ? നമ്മളെപ്പോലൊരു കേരളത്തിലെന്ന് പറയുന്ന വളരെ ഇതുപോലൊരു കേരളത്തെ പോലൊരു മോഡേൺ അല്ലെങ്കിൽ വളരെ പുരോഗമനമായ ഒരു പൊളിറ്റിക്കൽ സൊസൈറ്റിയിൽ ഉണ്ടാകേണ്ട കാര്യമാണോ അത്? അതെന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു സമയം ഇങ്ങനെ ഒന്ന് പോകാൻ പാടുണ്ടോ? അപ്പോൾ ഇതിനെതിരെ കോൺഗ്രസ്സുകാർ പോലും പറയാൻ പറ്റുന്നില്ല. കോൺഗ്രസിൻ്റെ നേതാക്കൾ പോലും വ്യത്യസ്തമായൊരു നിലപാടെടുത്താൽ VD സതീശനാണെങ്കിൽ ശരി, ഇനി അയാളുടെ വേറെ ആരെങ്കിലും ആണെങ്കിലും ശരി, ഞങ്ങൾ ആക്രമിക്കും, ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് വിക്ടിം? ആര് ചോദിക്കാൻ? ഇങ്ങനൊരവസ്ഥയിലേക്ക് കോൺഗ്രസ് ആരാണ് ഇവരെ നിയന്ത്രിക്കുന്നത്? ആർക്കെങ്കിലും നിയന്ത്രണമുണ്ടോ? അല്ല, ഇപ്പൊ ഈ ഹൂ കേസ് എന്ന് പറയുന്നത്